ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിത്തിരി ആൻഡ് ഫ്രണ്ട്സ്, തിത്തിരിക്കിളിയും ചങ്ങാതികളും എന്ന പാഠത്തിലെ വർക്ക്ഷീറ്റുകളാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ടെൽ വാട്ട് യു സീ ഹിയർ. ചിത്രത്തിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്ന് നോക്കി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണുള്ളത്? ദർ ഈസ് എ സ്മോൾ ഹൗസ്, ചെറിയൊരു വീടുണ്ട്. ഫാദർ ഈസ് ഡിഗിങ് ദ സോയിൽ, അച്ഛൻ അവിടെ മണ്ണ് കിളയ്ക്കുന്നുണ്ട്. മദർ ഈസ് സ്വീപ്പിംഗ് ദ കോർട്ട്യാർഡ്, അമ്മ മുറ്റമടിക്കുന്നു. ബോയ്സ് ഹാവ് ഫ്രൂട്ട്സ് ഇൻ ഹാൻഡ്, ആൺകുട്ടികളുടെ കയ്യിൽ ഫ്രൂട്ട്സ് ഉണ്ട്. ഗേൾസ് ആർ ടൈയിങ് ദെയർ ഹെയർ, പെൺകുട്ടികൾ മുടി കെട്ടുന്നു. ചിൽഡ്രൻ സ്റ്റാൻഡ് നിയർ ദ ഹൗസ്, കുട്ടികൾ വീടിനടുത്ത് നിൽക്കുന്നു. കാറ്റ് ഈസ് അപ്പ് ദ പപ്പായ ട്രീ, പൂച്ച പപ്പായ മരത്തിന് മുകളിലുണ്ട്. ഡോഗ് ഈസ് ഓൺ ദ ഗ്രൗണ്ട്, നായ അതിന് താഴെയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആ പിക്ചറിൽ കാണുന്നത്. ദ ടോൾ ബിൽഡിംഗ് റോസ്, ദ ഷോർട്ട് വൺ യെല്ലോ. ഉയരം കൂടിയ ടോൾ ബിൽഡിങ്ങിന് റോസ് കളറും, ഷോർട്ട് ബിൽഡിംഗ് ഉയരം കുറഞ്ഞതിന് യെല്ലോ മഞ്ഞ കളറും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കളർ കൊടുക്കാം. ഇതാണ് പിങ്ക് അല്ലെങ്കിൽ റോസ് കളർ. ഈ കാണിക്കുന്നതാണ് യെല്ലോ കളർ, മഞ്ഞ കളർ. ഓക്കെ, അപ്പോൾ നമുക്ക് വീടിന് കളർ കൊടുക്കാം. ടോൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയതാണ്, നീളം കൂടുതലുള്ളതാണ് ടോൾ എന്ന് പറഞ്ഞാൽ. ഉയരം കുറഞ്ഞത് ഷോർട്ട്. കളർ ദ തിക്ക് ബുക്ക് ഇൻ മീനൂസ് ഹാൻഡ് റെഡ് ആൻഡ് തിൻ ബുക്ക് ബ്ലൂ. കട്ടി കൂടിയ തിക്കായിട്ടുള്ള ബുക്കിന് റെഡ് കളറും തിന്നായിട്ടുള്ള കനം കുറഞ്ഞ ബുക്കിന് ബ്ലൂ കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കളർ ദ ഡ്രസ് ഓഫ് ദ പേഴ്സൺസ് ഹോൾഡിംഗ് ദ ലോങ് സ്റ്റിക്ക് ഓറഞ്ച് ആൻഡ് ദ ഷോർട്ട് വൺ വയലറ്റ്. ആ സ്റ്റിക്കിൽ നീളം കൂടിയത് ലോങ് ആയിട്ടുള്ളത് പിടിച്ചു നിൽക്കുന്ന ആൾക്ക് ഓറഞ്ച് കളറും, അതുപോലെ ഷോർട്ടായിട്ടുള്ള സ്റ്റിക്ക് പിടിച്ച ആൾക്ക് വയലറ്റ് കളറ് ഡ്രസ്സും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ. ഈ കളറാണ് നമ്മൾ ഷോർട്ടായിട്ടുള്ള സ്റ്റിക്ക് പിടിച്ച ആൾക്ക് കൊടുക്കേണ്ടത്. ഇതാണ് ഓറഞ്ച്, ലോങ് സ്റ്റിക്ക് പിടിച്ച ആൾക്ക് കൊടുക്കേണ്ടത്. ഇനി റെഡ് ചുവപ്പ്, ഈ കളറാണ് തിക്കായിട്ടുള്ള ബുക്കിന് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ബ്ലൂ നീല, തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ ബുക്കിന് കൊടുക്കേണ്ടത്. ഇതാണ് ബ്ലാക്ക് കളർ കറുപ്പ്. ഇനി ഇതോ ബ്രൗൺ തവിട്ടു നിറം. പിന്നെ ഈ കാണുന്നതാണ് ഗ്രീൻ പച്ച. അപ്പോൾ നമ്മൾ കുറേ കളറ് ഇപ്പോൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് നോക്കാം. ടോൾ എന്ന് പറഞ്ഞാൽ നീളം കൂടുതലുള്ളത്, ഷോർട്ട് എന്ന് പറഞ്ഞാലോ അതിൻ്റെ ഓപ്പോസിറ്റാണ്, നീളം കുറവ് ഉള്ളത്. കണ്ടില്ലേ? ടോൾ എന്നതുപോലെ തന്നെ നമുക്ക് ലോങ് എന്നും പറയാം. ലോങ് എന്നാൽ നീളമുള്ളത്, ഷോർട്ട് നീളം കുറഞ്ഞത്. ഇനി ബിഗ്, ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്, സ്മോൾ എന്ന് പറഞ്ഞാലോ ചെറുത്. കണ്ടില്ലേ? അതുപോലെ തന്നെ തിൻ എന്ന് പറഞ്ഞാൽ തടി കുറഞ്ഞത്, വണ്ണം കുറഞ്ഞത്. തിക്ക് എന്ന് പറഞ്ഞാൽ നല്ല തടിയുള്ളത്, വണ്ണം കൂടുതലുള്ളത്. കണ്ടില്ലേ ഈ എക്സാമ്പിൾസ്? തിക്കറായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കുറച്ച് വണ്ണം കൂടുതലുള്ളത്, തിന്നറോ മെലിഞ്ഞിരിക്കുന്നത്. കണ്ടോ? ഇനി അടുത്തത് നമ്മൾ ആളുകളെ പറയുമ്പോൾ ഫാറ്റ്, തടിയുള്ള ആളുകളെ നമ്മൾ ഫാറ്റ് എന്ന് പറയും, മെലിഞ്ഞവർ തിന്ന്. ഇനി നമുക്ക് ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്നു, ലോങ് സ്റ്റിക്ക് പിടിച്ച ടോളായിട്ടുള്ള ആൾക്ക് എന്ത് കൊടുക്കണം? ഓറഞ്ച് കളർ ഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഷോർട്ടായിട്ടുള്ള സ്റ്റിക്ക് പിടിച്ച ആൾക്ക് വയലറ്റ് കളർ ഡ്രസ്സ് കൊടുക്കാനും പറഞ്ഞിരിക്കുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത് മീനുവിൻ്റെ കയ്യിലുള്ള തിക്കായിട്ടുള്ള ബുക്കിന് റെഡും തിന്നായിട്ടുള്ള ബുക്കിന് ബ്ലൂവും കൊടുക്കാനാണ്. ഇതുപോലെ തന്നെ നിങ്ങളും കൊടുക്കണം. കളർ ദ ലീവ്സ് ഓഫ് ദ ട്രീ ഫാർ ഫ്രം ദ ഹൗസ് യെല്ലോ ആൻഡ് ദ ട്രങ്ക് ബ്ലാക്ക്. Color the leaves of the tree near the house green and the trunk brown. Paint the house as you wish.
എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളൊരു വീടും 2 മരങ്ങളും കാണുന്നുണ്ട് അല്ലേ? വീടിന് തൊട്ടടുത്തുള്ള മരത്തിന് പച്ച കളറ് ഇലകൾ, ഗ്രീൻ കളറ് ഇലകളും, അതുപോലെ തന്നെ അതിൻ്റെ തണ്ടിന് മരത്തിന് എന്ത് കളറാണ്? ബ്രൗൺ കളറാണ് കൊടുക്കേണ്ടത്. അതിനെ അകലെ ഫാറായിട്ടുള്ള മരത്തിന് യെല്ലോ കളർ ലീവ്സും അതുപോലെ തന്നെ ബ്ലാക്ക് കളർ മരവുമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം നിയർ എന്താണ്, ഫാർ എന്താണ് എന്ന് നോക്കാം. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്, ഫാർ എന്ന് പറഞ്ഞാലോ അകലെ. ഇല്ലേ? ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് ആ പിക്ചർ ഒന്ന് വരയ്ക്കാം. ഒരു വീടും അതിന് നിയർ ആയിട്ടുള്ള മരത്തിന് ഗ്രീൻ കളർ പച്ച കളർ ലീഫും അതുപോലെ തന്നെ ബ്രൗൺ കളർ ട്രങ്കുമാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഫാർ ആയിട്ടുള്ള മരം കണ്ടില്ലേ? അതിന് യെല്ലോ കളർ ലീവ്സും ബ്ലാക്ക് കളർ ട്രങ്കുമാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിന് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ കളർ കൊടുക്കണം. മറക്കരുത്, നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്, അരികെ. ഫാർ എന്ന് പറഞ്ഞാലോ അകലെ. പറഞ്ഞിരിക്കുന്നത് കളർ ദ ബിഗ് ഗോട്ട് ബ്രൗൺ ആൻഡ് സ്മോൾ വൺ ബ്ലാക്ക്. വലിയ ആടിന് ബ്രൗൺ കളറും അതുപോലെ ചെറിയ ആടിന് സ്മോൾ ഗോട്ടിന് ബ്ലാക്ക് കറുപ്പ് കളറും കൊടുക്കണം. പിന്നെയോ കളർ ദ ഹെവി തിങ്സ് ഇൻ മിലൻസ് ഹാൻഡ് ഗ്രീൻ ആൻഡ് ലൈറ്റ് വൺ റെഡ്. മിലൻ്റെ കയ്യിലിരിക്കുന്ന ഹെവി ആയിട്ടുള്ള കട്ടി കൂടിയ ഭാരമുള്ള വസ്തുവിന് ഗ്രീൻ കളറും കനം കുറഞ്ഞതിന് റെഡ് കളറും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭാരമുള്ളത് എന്താണ്? ജാക്ക് ഫ്രൂട്ടും ഭാരം കുറഞ്ഞത് ബലൂണുമാണ് അല്ലേ? ഒന്നുകൂടെ നോക്കാം. ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്, സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത്. കണ്ടില്ലേ? പിന്നെ പഠിക്കാനുള്ളത് ഹെവി ഭാരമുള്ളത്, കനമുള്ളത്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞത്. ഒരു മരവും ഇലയും കണ്ടില്ലേ? ഹെവിയാണ് മരം, ഇല ലൈറ്റാണ്. എലിഫൻ്റ് ഹെവിയാണ്, ഡക്ക് ലൈറ്റാണ്. നമുക്ക് ക്വസ്റ്റ്യനിലുള്ളതുപോലെ ബിഗ് ഗോട്ടിന് ബ്രൗൺ കളറും സ്മോൾ ഗോട്ടിന് ബ്ലാക്ക് കളറും കൊടുക്കാം. പിന്നെയോ മിലൻ്റെ കയ്യിലുള്ള ഹെവി ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ടിന് ഗ്രീനും ലൈറ്റ് ആയിട്ടുള്ള ബലൂണിന് റെഡും കൊടുക്കാം. ഇനി ടീച്ചർ നമുക്ക് ഒരു കുറുക്കൻ്റെയും അതുപോലെ തന്നെ ഒരു കൊക്കിൻ്റെയും കഥ പറഞ്ഞു തന്നിരിക്കും. അതിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. 2 പേരും ഒരു പാത്രത്തിൽ നിന്ന് എന്തോ കുടിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: പുട്ട് എ മാർക്ക് ബിലോ ദ വെസൽ വിച്ച് ഈസ് ഫുള്ള്. നിറഞ്ഞിരിക്കുന്ന മുഴുവനുമായിട്ടുള്ള പാത്രത്തിന് ടിക്ക് മാർക്ക് ഇടാനാണ്. ഫുൾ ആയിട്ടുള്ളതിന് ടിക്ക് മാർക്ക് ഇടണം. അപ്പോൾ ഫുള്ളിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? എംറ്റി, ഒഴിഞ്ഞത് അല്ലേ? ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ഇതും കൂടി പഠിക്കണം. ഫുൾ എന്നാൽ മുഴുവനായിട്ടുള്ളത്, എംറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ ഫുള്ളായിട്ടുള്ളത് ആരുടെ പാത്രത്തിലുള്ളതാണ്? ഫോക്സിൻ്റെ അല്ലേ? അപ്പോൾ അതിന് നമ്മൾ ടിക്ക് മാർക്ക് ഇടണം. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് എ ടിക്ക് മാർക്ക് ബിലോ ദ വെസൽ വിച്ച് ഈസ് എംറ്റി. എംറ്റി എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഒന്നും ഇല്ലാത്തത്, ഒഴിഞ്ഞത്. ആരുടെയാണ്? ഫോക്സിൻ്റെയാണ്. അപ്പോൾ നമ്മൾ അതിന് ടിക്ക് മാർക്ക് ഇടണം. ഇനി കുറച്ച് പിക്ചേഴ്സ് തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സെയിം നമ്പറുള്ള തിങ്സിന് സെയിം കളറ് കൊടുക്കണം. അതായത് 1 ഒരു സൈഡിലും 1 ഒരു സൈഡിലുമുള്ള തിങ്സ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിന് സെയിം കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. 1 ഒരു ബാസ്ക്കറ്റും ഒരു പോട്ടുമാണ്. അതിന് നമ്മൾ യെല്ലോ കളർ കൊടുത്തു. പിന്നെ പ്ലേറ്റും അതുപോലെ തന്നെ ജഗ്ഗുമാണ് 2 എണ്ണം 2 ഉള്ളത്. അതിനെന്ത് കളർ കൊടുത്തു? ബ്ലൂ കൊടുത്തു. പിന്നെ 3 എണ്ണം ഉള്ളത് പോട്ടും ബൗളുമാണ്. അതിന് നമ്മൾ ബ്രൗൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി 4 എണ്ണം 4 ഉള്ളത് ഏതൊക്കെയാണ്? മഗ്ഗും ഗ്ലാസ്സുമാണ്. അപ്പോൾ നമ്മൾ അതിന് റെഡ് കളറ്, ചുവപ്പ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി 5ാമത്തേതാണ് 5 എണ്ണം ഉള്ളത് സ്പൂണാണ് 5 എണ്ണം അല്ലേ? അതുപോലെ തന്നെ പാനുമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൊടുത്ത കളറ് ബ്ലാക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് കൊടുക്കാം. ലെറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ലഡു. കളർ ആസ് മെനി ലഡു യെല്ലോ ആസ് ദർ ആർ ചിൽഡ്രൻ. ആയിരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിന് അനുസരിച്ച് ഈ പാത്രത്തിലുള്ള ലഡുവിന്
കളർ കൊടുക്കണം. എത്ര കുട്ടികളാണുള്ളത്? 1 2 3 4 5. അപ്പോൾ എത്ര ലഡുവിന് കളർ കൊടുക്കണം? 5 ലഡുവിനാണ് നമ്മൾ യെല്ലോ കളർ കൊടുക്കേണ്ടത്. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങളും കളർ കൊടുക്കണം. സർക്കിൾ ദ അംബ്രല്ലാസ് ആൻഡ് മേക്ക് എ ഗ്രൂപ്പ്. 1 2 3 3 അംബ്രല്ല തന്നിട്ടുണ്ട്. 2 എണ്ണത്തിന് സർക്കിൾ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സർക്കിൾ 3 ഷർട്ട്സ്, 3 ഷർട്ട്സിന് നമ്മൾ സർക്കിൾ വട്ടം വരയ്ക്കണം. പിന്നെ അതുപോലെ ബോൾസ് 5 എണ്ണം കളർ കൊടുക്കണം. ഈസ്റ്റ് ബിന്ദീസ് ഈക്വൽ ടു ദ നമ്പർ ഗിവൺ ബിലോ. 1 2 3 4 5 എന്ന് തന്നിട്ടില്ലേ, അതിൻ്റെ ആ നമ്പറിനനുസരിച്ച് ബിന്ദി പൊട്ട് വയ്ക്കണം. അപ്പോൾ കണ്ടില്ലേ, 1 നമ്മൾ വെച്ചു, അടുത്തത് 1 2 വെച്ചു, ഇനി വരുന്നത് 1 2 3 3 വെച്ചു, ഇനി 1 2 3 4 4 വെച്ചു, ലാസ്റ്റ് 1 2 3 4 5 5 എണ്ണത്തിനും നമ്മൾ വെച്ചു. ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. എണ്ണി എഴുതണം. 1 3 2 5 4. Worksheet 14. Draw leaves. Look at the number in each flower. Draw the same number of leaves. ഓരോ ഫ്ലവറിലും തന്നിരിക്കുന്ന നമ്പറിനനുസരിച്ച് ലീവ്സ്, ഇലകൾ വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് 4 ആണ്, പിന്നെ 5 3 2. 2-ന് എക്സാമ്പിളായിട്ട് 2 ലീഫ് വരച്ച് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ വരച്ച് ചേർക്കണം. കണ്ടില്ലേ? ഡോട്ട്സ് ഓൺ ദ 2 വിങ്സ് ഓഫ് ദ ലേഡി ബഗ് ഇൻ ഡിഫറെൻറ്റ് വേസ് ടു മേക്ക് ഇറ്റ് 5. ഒരു ലേഡി ബഗിൻ്റെ 2 വിങ്സിലും നിങ്ങൾ ഡോട്ട് വരച്ച് അതിന് ടോട്ടൽ എത്ര കിട്ടണം? 5 കിട്ടണം. ആദ്യം തന്നത് കണ്ടില്ലേ? 1 4 5. ഇനി നമുക്കൊന്ന് വരച്ച് നോക്കാം. ഒരു വിങ്ങിൽ 4ഉം 1-ൽ 1ഉം, 4 + 1 5. അടുത്തത് 1-ൽ 2ഉം മറ്റൊന്നിൽ 3ഉം, 2 + 3 5. 2 + 3 5. ഇനി 3 + 2 5. അങ്ങനെ 4 വിധത്തിൽ നമുക്ക് വരയ്ക്കാം. ലീവ്സ്. ഓക്കെ ഡിയേഴ്സ്, കംപ്ലീറ്റ് യുവർ വർക്ക്ഷീറ്റ്സ് and study well. See you in next class. Thank you.